നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 24 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണിത്. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പൂർണ്ണമായ സഹകരണവും സ്നേഹവും ലഭിക്കുന്ന ദിവസമാണിത്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കും. പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യം കാണുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. അനാവശ്യ കൂട്ടുകെട്ടുകൾ മനഹാനിക്ക് കാരണമായേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് പുതിയ ബന്ധങ്ങൾ വഴി പണനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും മിതമായ ശ്രദ്ധ ആവശ്യമാണ്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കുന്ന ദിവസമാണിത്. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ വാങ്ങാൻ അവസരം ലഭിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽപരമായ ക്ലേശങ്ങൾക്കും പ്രവർത്തന മാന്ദ്യത്തിനും സാധ്യതയുള്ളതിനാൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണിനോ തലയ്ക്കോ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം. കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സർക്കാർ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അർഹമായ അവസരങ്ങൾ തേടിയെത്തുന്ന ശുഭദിനമാണിത്. സർക്കാർ ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതിയും നിയമപരമായ തർക്കങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഈശ്വര വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള സമീപനം എല്ലാ കാര്യങ്ങളിലും വിജയം കൊണ്ടുവരും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ശാരീരികമായ സുഖക്കുറവോ രോഗാതി ദുരിതങ്ങളോ അനുഭവപ്പെട്ടേക്കാം. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പണമിടപാടുകളിൽ നിയന്ത്രണം വേണം. പുതിയ ബന്ധങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മറ്റുള്ളവരുമായുള്ള ഇടപഴകലുകളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ പങ്കാളിക്കോ മക്കൾക്കോ ചെറിയ വിഷമതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അനാവശ്യ ബന്ധങ്ങൾ വഴി സാമ്പത്തിക നഷ്ടമോ അപമാനമോ വരാതെ ജാഗ്രത പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതോടൊപ്പം പാരിതോഷികങ്ങൾ ലഭിക്കാനും യോഗമുള്ള ദിവസമാണിത്. വാഹനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദീർഘനാളായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. മനസുഖം, കാര്യവിജയം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഈ രാശിക്കാർക്ക് ലഭിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിനമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിയമപരമായ തർക്കങ്ങളിൽ പരാജയം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അപകടങ്ങൾ ഒഴിവാക്കാൻ അതീവ ശ്രദ്ധ പുലർത്തണം. കാര്യതടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ മുന്നോട്ട് പോകുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.